സാറേ നമസ്കാരം. പ്രത്യേകിച്ച് ജെസിനയുടെ തിരോധാനം പോയിട്ട് ഇപ്പോൾ ഏകദേശം 6 വർഷത്തോളമാണ്. പല രീതിയിലുള്ള അന്വേഷണങ്ങളെല്ലാം കടന്നുപോയി. ഇപ്പോൾ ഈ പുതിയ അന്വേഷണത്തിനായിട്ട് CBI അന്വേഷണത്തിനായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവുണ്ടായി. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് നല്ല ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അവർ അന്വേഷിച്ചു, അവരാരും അന്വേഷിച്ചില്ല എന്ന് പറയാം, എല്ലാ വഴികളിലും അന്വേഷിച്ചു. പക്ഷേ അന്വേഷണത്തെ വഴി മുട്ടിക്കുന്ന ഒരു ടീം പുറകിലുള്ളതുകൊണ്ടാണ് അവർക്ക് കൃത്യമായി ലൈനിൽ പോകാൻ പറ്റാതെ കൊണ്ട്. ആ കാലഘട്ടം മുതൽ ഞാനും ഇതുപോലെ ഞങ്ങളുടെ ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ നിന്ന് ഞാൻ പിന്നെ ഈ CBIയുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് മേടിച്ചു. ഇതുവരെ അവരെ ആരെയൊക്കെ ചോദ്യം ചെയ്തു, എന്തൊക്കെ കണ്ടു, ആരെയൊക്കെ കണ്ടു, അങ്ങനെ ആ റിപ്പോർട്ട് മേടിച്ചു കഴിഞ്ഞ് അതിനെക്കുറിച്ച് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് അവരെത്താതെ പോയി. അതാണ് സൂചനയായിട്ട് ഞാൻ പിന്നെ കൊടുത്തിരിക്കുന്നത്. അല്ലെ അന്വേഷണം അവസാനിപ്പിച്ചതായിരുന്നു. തീർത്ത് അവസാനിപ്പിച്ചെന്നല്ല, സൂചന കൊടുത്താൽ അന്വേഷിക്കാമെന്ന് CBI പറഞ്ഞു. അപ്പം ഫയൽ മടക്കുന്ന രീതിയിലേക്കാണ് വന്നത്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇച്ചിലൂടെ കാര്യമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ആ സൂചനയുടെ ഇത് വെച്ചാണ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇപ്പം ചില അന്വേഷണത്തിന് മുന്നോട്ട് പോകാനായിട്ട് അവരെ പിന്നിൽ നിന്ന് ആരോ തടസ്സപ്പെടുത്തുമെന്ന് ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഒരു പിന്നിൽ നിന്നും ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തികളോ അല്ലെങ്കിൽ ഒരു സമൂഹമോ ഇതിന് പിന്നിൽ ഉണ്ടെന്ന് അങ്ങൊക്കെ മനസ്സിലായിരുന്നു? തീർച്ചയായിട്ടും ആദ്യം വരെ എനിക്ക് മനസ്സിലായിരുന്നു. അന്വേഷണം വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് അവർ വഴിതിരിച്ചു വിടുന്ന പല സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മറിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് അല്ലേ? അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ജെയിംസ് സാറിൻ്റെ കൂടെ ഇതിന് അന്വേഷണമായിട്ടൊരു, അതായത് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ആയിരുന്നോ? എൻ്റെ സുഹൃത്തുക്കളടങ്ങുന്ന ഏജൻസി. അപ്പോൾ വീണ്ടും യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ഇതെന്താണ്, എവിടെയാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നോ ഈ അന്വേഷണത്തിൽ? ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഏകദേശം ഒരു സൂചനയിലേക്ക് വരാൻ പറ്റിയത്. അതിനുമുമ്പ് ഞങ്ങൾ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ CBIയുടെ അന്വേഷണ റിപ്പോർട്ട് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇച്ചിലൂടെ കൃത്യമാകാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും ഇപ്പോൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് നേരത്തെ ഇത് പറഞ്ഞില്ല എന്ന്. അവർ ചോദ്യം വരുന്നുണ്ട്, എന്തുകൊണ്ട് 6 വർഷമായിട്ട് ഇത് ഇത്ര കാലം പറയാതിരുന്നതെന്ന് ചോദിക്കുന്നതിന് മറുപടിയാണ്. ആദ്യം തന്നെ ഞാനും ഇപ്പോൾ ജസ്നയുടെ കൂടെ പഠിച്ചൊരു സഹപാഠി, ആ പുള്ളിയെ സംശയത്തിൻ്റെ നടുവിൽ ഞങ്ങൾ നിർത്തി. അവനും ആയിട്ട് ജസ്ന ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനൊരു സംശയത്തിൻ്റെ നടുവിൽ ഞങ്ങൾ ചിന്തിച്ചു. ബാക്കി സമൂഹം എന്നെ സംശയത്തിൻ്റെ നടുവിൽ നിർത്തി. കോടതി CGM കോടതിയിൽ ഞാൻ അപേക്ഷ വെച്ചു. അതുപോലെ ഇപ്പം ഇവിടെ CBIയുടെ SP ഒരു മാഡം ആണ്, ഒരു ബാംഗ്ലൂർ SP ആയിട്ടായിരുന്ന ആളാണ്, മലയാളിയാണ്. അവർ എനിക്ക് ബ്രെയിൻ മാപ്പിങ്ങുള്ള അവസരം ഉണ്ടാക്കണമെന്ന് കോടതിയിൽ അപേക്ഷ വെച്ചു. അങ്ങനെ ഞങ്ങൾക്ക് കോടതി അനുവാദത്തോടുകൂടി ഞങ്ങൾ രണ്ടുപേരും പോയി പോളിഗ്രാഫിനും ബ്രെയിൻ മാപ്പിങ്ങും തയ്യാറായി കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് വെച്ചാണ് ഞങ്ങൾ കുറ്റക്കാരല്ല, ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മറ്റൊരാളിലേക്ക് വെള്ളി ചൂണ്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ ജസ്നയുടെ കൂട്ടുകാരൻ കുറ്റക്കാരനല്ല എന്ന് ഈ CBIയുടെ കുറിച്ച് അത് റിപ്പോർട്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സമൂഹം നമ്മളെ ഇങ്ങനെ ഒരു കുറ്റക്കാരനായിട്ട് നിൽക്കുമ്പം എനിക്ക് മറ്റൊരാളിലേക്ക് വെള്ളി ചൂണ്ടാൻ പറ്റാതെ വന്നു. അന്ന് 6 മാസം മുമ്പാണ് ഞങ്ങൾ ബാംഗ്ലൂർ പോയി ബ്രെയിൻ മാപ്പിങ്ങിനൊക്കെ തയ്യാറായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇച്ചിരി ആക്റ്റീവായി. അന്ന് ഞാൻ പറഞ്ഞാൽ ആരും ഇത് വിശ്വസിക്കത്തില്ല. അവരെല്ലാം നമ്മളെ ഇപ്പോൾ സാധാരണ അത് ജനങ്ങളെ കുറ്റം പറയുന്നില്ല, ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളും അപ്പനും അമ്മയും സഹോദരങ്ങളും പീഡനങ്ങളും പീഡിപ്പിക്കലും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ജനങ്ങൾ ആ കാഴ്ചപ്പാടിൽ നിന്നത്. അതായത് ജനങ്ങളുടെ ഒരു വിധി ഇങ്ങനെയായിരുന്നു. അതായത് അപ്പൻ പലപ്പോഴായി മകളെ പീഡിപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം അത് ചിലപ്പോൾ അപ്പനിലേക്കൊക്കെ സംശയം നാട്ടുകാർ വന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൃത്യമാകാൻ വേണ്ടിയാണ് നമ്മൾ ബ്രെയിൻ മാപ്പിന് തയ്യാറായത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മറ്റൊരാളിലേക്ക് വെള്ളി ചൂണ്ടാൻ പറ്റുള്ളൂ. നമ്മുടെ ഭാഗം കറക്റ്റ് ആയാലേ നമുക്ക് മറ്റൊരാളിലേക്ക് പറയാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ബാംഗ്ലൂർ. അതുപോലെ തന്നെ ഇത് ആരംഭത്തിൽ തന്നെ കേരള പോലീസ് അന്വേഷിച്ചു, അതിനുശേഷം ക്രൈം ബ്രാഞ്ച് വന്നു, CBI വന്നു. അപ്പോഴെല്ലാം ഇത് പിതാവായ അങ്ങ് ഇവരോടൊപ്പം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആദ്യം കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കൃത്യമായി മറുപടി പറയുക, അവരുടെ കൂടെ എല്ലാ സ്ഥലങ്ങളിലും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും കുറേ ആൾക്കാർക്ക് അന്ന് ഇവിടുന്ന് അന്വേഷിച്ച KG സൈമൺ സാറിനോടൊക്കെ ഞങ്ങളുടെ കൊല്ലംകുള പള്ളിയുടെ അടുത്ത് വന്ന് അന്വേഷിച്ചപ്പോൾ സാർ എന്നാ പറഞ്ഞാലും ഈ പ്രാവശ്യം ഞങ്ങൾ
ജെയിംസിനെ അടിച്ചു വീഴ്ച കളയും എന്ന് പറയും. അങ്ങനെ ഒരു സെറ്റ് എപ്പോഴും നാട്ടുകാരെ. അപ്പോൾ അവരുടെ മനസ്സിലിരിക്കുന്ന എപ്പോഴും കുറ്റക്കാരനാണ്. അതപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാലേ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാലേ നമുക്ക് ശത്രുക്കളുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റുള്ളൂ. അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര കാലം പിടിച്ചു നിന്നത്. ഞാൻ നമ്മളെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ദർശകൻ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഇറങ്ങുന്നുണ്ട്. അതിനകത്ത് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജസ്നയുടെ വിഷയം മാത്രമല്ല ഇത്. ഈ സമൂഹത്തിൽ ഇതുപോലുള്ള പിള്ളേരെ മിസ്സിങ് ആകുന്നുണ്ട്. അതിനെ കണ്ടുപിടിക്കണം. നമ്മൾ ചിന്തിക്കാത്ത പല വഴികളിലേക്കും ചിന്തിക്കേണ്ടതായിട്ട് വരും. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലല്ല ഇനിയുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. നമ്മൾ സംശയത്തിൻ്റെ നിർത്തുന്ന ആൾക്കാരൊക്കെ ഇച്ചിരി ഗൗരവപ്പെട്ട ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ അങ്ങ് ഈ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് അങ്ങ് പറയുണ്ടായി, ജസ്ന കൊല ചെയ്യപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അത് അങ്ങയുടെ ഒരു പറഞ്ഞ പോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ അടങ്ങിയ ഒരു സമൂഹം വ്യക്തിപരമായിട്ട് അന്വേഷണത്തിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ അങ്ങ് പറയാൻ സാധ്യമായത്? അതെ അതെ, അത് ജസ്നയും ഞാനുമായിട്ട് അതുപോലെ ബന്ധമായിരുന്നു. അവൾ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ് പ്രത്യേകിച്ച് ഈ ജസ്ന ഒരു ഇടപാടാണ്. ഈ ജസ്നയുടെ തിരോധാനം നടക്കുന്ന സമയത്ത് നിന്ന് എത്ര നാൾ മുമ്പാണ് ഈ അമ്മ മരിക്കുന്നത്? 6 മാസങ്ങൾക്ക് മുമ്പ്. അപ്പം അത് കഴിഞ്ഞ് ഇവള് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇച്ചിരി ചുട്ടയായിട്ടും ക്രമമായിട്ടും നോക്കും. ഞാനും നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനും ഇവളെ സഹായിക്കാൻ വേണ്ടി എഴുന്നേക്കും, മുറ്റം തൂക്കും, വീട്ടിലെ പണികളെല്ലാം ചെയ്യും. അപ്പോൾ ഇവക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഞാനും നിന്നും. ഇവള് പറയും, ഇതേ തേങ്ങ പിരിക്കാറായി, അത് തേങ്ങ വീണു, ആ പറമ്പിലെ തേങ്ങ വീണ് കിടക്കുന്നു, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം, കുരുമുളക് പറിക്കാറായി. ഒരു കാരണവത്തി വീട്ടിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തന്നെ ഭക്ഷണമെന്ന് ചോദിക്കും, ഞങ്ങൾ രണ്ടുകൂടെ തീരുമാനിക്കും, അതുണ്ടാക്കും. ഞാൻ ഒരു ഡബിൾ മുണ്ട് മടക്കണേ ഒരാളെ കൊണ്ട് പറ്റത്തില്ല, കോണോട് കൊണ്ട് വലിക്കണം. അപ്പം ഞാനും അവളോടാണ് അതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ തുണിഞ്ഞേക്കും, അവൾ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവളും ഞാനിവിടെ ഒന്നിച്ച് പണികളെല്ലാം ചെയ്തിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം പോലും ഇവിടുന്ന് മുഴുവൻ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിലേക്ക് 3 കിലോമീറ്റർ ഉണ്ട്, മുഴുവൻ പിള്ളേരും നടന്നു പോകുന്നത്. ഒറ്റ പ്രാവശ്യം പോലും ഇവളെ ഞാൻ നടത്തി വിട്ടിട്ടില്ല. എവിടെയാണേലും അതിൻ്റെ ഓട്ടം ഇന്ന ആളുടെ ഓട്ടം വിളിച്ചിട്ട് പോകണം എന്ന് ഞാൻ പറയും. ഞാനിവിടെ തന്നെ ഈ ഓഫീസും പരിപാടിയായിട്ട് ഇറങ്ങിയിട്ട് 10-30 വർഷമായി. എന്നെ അറിയാത്ത ആൾക്കാരിവിടെ ഇല്ല. ഞാൻ ഏത് വീട്ടിൽ ചെന്നിട്ട് എൻ്റെ വീട്ടുപേര് പറഞ്ഞു, ഞാൻ കുന്നത്തെ ജെയിംസാന്ന് പറഞ്ഞ് ഏത് കാര്യം ചെയ്യും. പോലീസിലാണെങ്കിലും അല്ലാതാണെങ്കിലും ഞാൻ ജയ എന്ന് തന്നെ പറഞ്ഞാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്നെക്കുറിച്ചൊരു വിലയുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ കെട്ടുകഥകൾ വന്നപ്പോൾ കുറേ ആൾക്കാരൊക്കെ മാറി. അതോടൊപ്പം തന്നെ സാറേ, ഈ ജസ്നയുടെ അമ്മ മരിച്ച ശേഷം ജസ്നയ്ക്ക് അതൊരു വലിയൊരു ഫീലിംഗ് ഉണ്ടായി, വലിയൊരു മുറിവായിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്നെ ഓർക്കുമ്പോൾ, എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വരുമ്പോൾ അവൾ അതെല്ലാം മറക്കുമായിരുന്നു. അപ്പൻ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത അവൾക്കുണ്ടായിരുന്നു അല്ലേ? അതനുസരിച്ച് അപ്പനെ ചേർത്ത് നിർത്തുമായിരുന്നു. അതെ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം അതുപോലെ തന്നെ ഒരു മോനുണ്ടല്ലോ, ആ നേരത്തെ അവനും വീട്ടിലുണ്ടായിരുന്നു അല്ലേ? ഉണ്ട്. മൂത്ത മോളോ അന്നേരം? മോൾ എറണാകുളത്താണ്. അന്ന് ഇവള് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ട്. അവൾ എറണാകുളത്താണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ പോയി. അന്ന് രാവിലെ ഞാൻ പോന്നു കഴിഞ്ഞാൽ മോൻ പോയിരുന്നു. അത് കഴിഞ്ഞാണ് അവൾ പോയത്. അപ്പോൾ ഈ അന്നത്തെ ദിവസം ഈ രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഓട്ടോ പിടിച്ചാണ് ഈ മുക്കൂട്ടുതറ വരുന്നത്. അവിടുന്ന് ബസ്സിൽ മുണ്ടക്കയത്ത് അമ്മായിയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ അമ്മായിയുമായിട്ട് സാറിനൊക്കെ നിങ്ങളുടെ കുടുംബം എല്ലാവരുമായിട്ട് ഞങ്ങൾ നല്ല കണക്ഷൻ. പക്ഷേ ഇവളിങ്ങനെ അങ്ങനെ ഈ അമ്മായിയുടെ വീട്ടിലേക്ക് പോകാൻ അന്നത്തെ ദിവസം ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ചോയിൽ എൻ്റെ പെങ്ങളെ ഉള്ളത്. അപ്പോൾ എൻ്റെ മോനും അവിടെ നിന്നൊക്കെ പഠിക്കാൻ സ്കൂളിൽ പോകുമായിരുന്നു. അവിടെ നിന്നാണ് മോനും പഠിച്ചുകൊണ്ടിരുന്നത്? അല്ല, അവിടെ പോയി നിന്ന് പഠിക്കും. അവിടെ കുഴപ്പമില്ല, പഠിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് വരട്ടെ, ഞാൻ ഒറ്റയ്ക്കുള്ളതെന്ന് പറഞ്ഞപ്പോൾ ക്ലാസ് ഉള്ള ദിവസം അവർക്ക് വിഷയമില്ല. ക്ലാസ് ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അങ്ങോട്ട് വരട്ടെ ആൻറ്റീന്ന്, നീ പോരാൻ പറയും. അങ്ങനെ ഒരു പെർമിഷൻ ചോദിച്ചിട്ടാണ് പോയത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി അങ്ങോട്ട് ചെല്ലുമെന്നുള്ളത് ആൻറ്റിയും അല്ല, ആരോടും പറയാതല്ല അവൾ പോയത്? അല്ല, ഓട്ടോ വിളിച്ചെന്ന് പറയുന്നില്ല. അവൾ ഒരുങ്ങി ഞങ്ങളുടെ സിറ്റ് ഔട്ടിൻ്റെ അവിടെ നിന്ന്, റോഡ് സൈഡിലാണ് വീട്. അപ്പം ഞങ്ങളുടെ റബ്ബർ വെട്ടുന്ന ഒരാളുടെ മോൻ ഒരു ഓട്ടോക്കാരനുണ്ട്. അപ്പം ഞങ്ങളുമായിട്ട് ബന്ധം തന്നെയാണ്. അപ്പോൾ ആ പുള്ളിയുടെ ഓട്ടോ വന്നപ്പോൾ ഇവള് കൈയടിച്ച് നിർത്തി. ഇത് കാണുന്ന അടുത്ത വീട്ടിലെ ചേച്ചി കാണുന്നുണ്ട്, എവിടെ വന്ന് കുഞ്ചോലിന് പോകാമെന്നും പറഞ്ഞു. അന്ന് മൊബൈലൊന്നും ഒക്കെ എടുക്കാതെയാണ്? മൊബൈൽ അവൾക്ക് ഉപയോഗമില്ല. ഞാനും ഈ സാധാരണ ഈ മൊബൈലാണ് ഉപയോഗിക്കുന്നത്. അവൾ ഇതിലും ചെറിയൊരു മൊബൈലായിരുന്നു. അന്ന് അതിനകത്ത് ചാർജ് ഇല്ലായിരുന്നാണ് പറഞ്ഞ് അവളത് എടുത്തുമില്ല. അതോടൊപ്പം തന്നെ സാറേ, ഈ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അവൾ ഹോസ്റ്റലിലേക്കാണല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ദിവസങ്ങളിലെല്ലാം ഈ അമ്മ മരിച്ച ശേഷമൊക്കെ അവൾ ഹോസ്റ്റലിലായിരുന്നോ താമസിച്ചത്? ആയിരുന്നു. എന്നിട്ട് അവസാനം
ഞാനും മോനും തന്നെ ഉള്ളപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെ ചൂടാക്കി കഴിക്കണം എന്നൊക്കെ അവൾ വിളിച്ച് ചോദിക്കും. അപ്പോൾ അവൾക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായി. ഞാൻ പോരുവാന്ന് ഞാൻ പറഞ്ഞു, ഇനി ഇത്രയും കാലം കൂടല്ലേ ഉള്ളൂ, പോരണ്ട. അവൾ സിസ്റ്ററിനോട് പറഞ്ഞു. സിസ്റ്റർ എന്നെ വിളിച്ചിങ്ങനെ ചോദിച്ചു അവൾ പോരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവളുടെ ഇഷ്ടം ഏതാണോ അത് ചെയ്യട്ടെ, എൻ്റെ ഇഷ്ടമല്ല, അവളുടെ ഇഷ്ടത്തിന് അവൾ പോരാനാണെങ്കിൽ പോട്ടെ, അല്ലെ അവിടെ നിന്ന് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞത്, സിസ്റ്ററോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ജസ്നയുടെ തിരോധാനത്തിന് ശേഷം പിന്നെ അങ്ങയുടെ ഒരു അന്വേഷണത്തിൽ കുറച്ച് പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ, ഈ കോളേജിൽ ഇവളുടെ ഫ്രണ്ട്സിനോടൊക്കെ അങ്ങ് പേഴ്സണലായിട്ട് ചെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ മോൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹബന്ധമോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ ഉള്ളതായിട്ടൊന്നും ആരും പറയുന്നില്ല. അവരെല്ലാം വീടുകളിൽ ഞാൻ 1-2 പ്രാവശ്യം പോയി ചോദിച്ചിട്ടുണ്ട്. അന്വേഷണക്കാരെല്ലാം അവരെ വിളിച്ച് പത്തനംതിട്ട SP KJ സൈമണൊക്കെ പല പ്രാവശ്യം വിളിച്ച് ഓഫീസിൽ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പേടിപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. ഒരു ദിവസം ചോദിക്കും, അന്ന് വൈകിട്ട് 8 മണിയാകുമ്പോൾ ഇറക്കി വിടും, പിറ്റേ ദിവസം 6 മണിക്ക് വരാൻ പറയും, പിറ്റേ ദിവസം ചോദിക്കും. അങ്ങനെ 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വരാൻ വേണ്ടി. പുള്ളി അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ അല്ല, സ്കൂൾ അധികൃതർ പ്രത്യേകിച്ച് ടീച്ചേഴ്സൊക്കെ സാറിനോട് അവളെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നല്ല കുട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവരാരും തന്നെ അത് കഴിഞ്ഞ് വിളിച്ചിട്ടൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഈ സാറിന് എന്തെങ്കിലും ഈ പ്രത്യേകിച്ച് 10-30 വർഷമായിട്ട് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ സാറിന് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ മേഖലയിൽ പല വ്യക്തികളും പല ആൾക്കാരും ഒക്കെ ആയിട്ടാണ് ഇടപെടുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ ചിലപ്പോൾ നമുക്ക് ശത്രുക്കളൊക്കെ വരെ ഉണ്ടാകാം. ഈ മാത്സര്യ രംഗം അങ്ങനെ എന്തെങ്കിലും ശത്രുക്കൾ അങ്ങനെയൊക്കെ ഇല്ല. ഞാൻ അങ്ങനെ വർക്ക് എടുക്കാറില്ല. കോമ്പറ്റീഷൻ ലെവലിൽ ഒന്നുമില്ല. നമ്മളെ താല്പര്യമുള്ള ആൾക്കാർ നമ്മളോട് പറയുന്നു കൊട്ടേഷൻ കൊടുക്കണമെന്ന് പറയുന്നത് പോലും ഞാൻ കൊട്ടേഷൻ കൊടുക്കാറില്ല. റേറ്റ് തരണം 2-3 തന്നിട്ടെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പോകാറില്ല. എന്നെ വിശ്വസിച്ച് തരുന്ന പണികൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതെന്നാന്ന് വെച്ചാൽ ഞാൻ ആദ്യം അഡ്വാൻസ് പൈസ മേടിക്കാറില്ല. ഞാൻ എന്തായാലും ഒരു 50 ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ പണിത് താക്കോൽ കൊടുക്കുമ്പോൾ ഒരു 10 ലക്ഷം രൂപ ബാക്കി അവരുടെ കയ്യിൽ കിടക്കുന്ന രീതിയിലാണ്. അത് ചിലപ്പോൾ 6 മാസമോ 1 വർഷം കൊണ്ടൊക്കെയാണ് തരുന്നത്. അപ്പോൾ അങ്ങനെ പണി ഏറ്റാൽ തീർക്കുമെന്നുള്ള ഈ മുക്കൂട്ടർ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് എനിക്ക് പണി തരുന്നത്. അല്ല മുൻകൂർ പൈസ മേടിച്ച് കറങ്ങി നിൽക്കുന്ന ആളോ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആളല്ല. അങ്ങനെ ഒരു ധാരണ ജനങ്ങളിലേക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടും ഒരു കൊട്ടേഷൻ്റെ ആവശ്യമില്ല. പണി കൊടുക്കണമെന്ന് പറയുമ്പോൾ ചിലർ പറയും ജയ ഏൽപ്പിച്ച് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്ന പണി മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ ഈ കുട്ടി ജസ്ന അന്ന് പോയി തിരിച്ച് അവളെ കണ്ടെത്തുന്നില്ല, അന്ന് തിരിച്ച് വരുമെന്നാണോ പറഞ്ഞിട്ടാണോ പോയത്? അത് അവിടെ താമസിക്കാനായിട്ടാണോ? അത് പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ എപ്പോഴാണ് ഈ ശരിക്കും ഒരു 8 മണിയോട് കൂടിയാണ് അങ്ങ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇവിടെ നോക്കിയെന്നു. അപ്പോൾ മോൻ ഇവിടെ ഒരു കടയുണ്ട്, തൊട്ട് താഴെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് എന്താ ചെറുകടി ബോണ്ടായതുകൊണ്ട് ഉള്ളികളൊക്കെ എടുത്ത് നമ്മൾ അവിടെ ചെയ്യുന്നു. അപ്പോൾ ചായ കുടിച്ചോളാൻ പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ചായ കുടിക്കുന്നില്ല, എനിക്ക് വേണ്ട, ജസ്ന വീട്ടിലുണ്ട്, അതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ആളില്ല. അവനുടനെ എന്നെ വിളിച്ച് ജസ്ന ഇല്ലല്ലോ, പെര കൂട്ടിയിട്ടിരിക്കാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഇന്ന കൂട്ടുകാരുടെ അടുത്ത് അമലയെന്ന് പറയുന്ന കൊച്ചുണ്ട്, അത് ഇവിടെ താമസിക്കും, അതിൻ്റെ അങ്കിളിൻ്റെ വീട് ഉണ്ട്, അപ്പോൾ അവിടെ കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അവിടെ ഞാൻ വിളിച്ചു, അവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അന്ന് ഞാൻ വിചാരിച്ചു പോയിട്ട് വരുമായിരിക്കുന്നുണ്ട്, ഇവിടെ കുറേ നേരം. അന്നേരം ഈ അമ്മയുടെ വീട്ടിലേക്ക് പോയതെന്നുള്ളത് അങ്ങേക്ക് അറിയാമായിരുന്നു? അറിയാം. പറഞ്ഞിട്ടാണ് പോയത്? തലേദിവസം ഇങ്ങനെ പറഞ്ഞ് ഞാൻ സൂചന കൊടുക്കും. അപ്പം ഞാൻ ഇവിടെ വന്ന് ഒരു 6 മണി 7 മണി വരെ നോക്കി നിന്നു. ഈ ഗേറ്റിൻ്റെ ഇവിടെ ബസ് സ്റ്റോപ്പ് ആണല്ലോ. അപ്പോൾ ഞാനത് കഴിഞ്ഞ് എൻ്റെ ഒരു പെങ്ങളുടെ മകനെ വിളിച്ചു, എൻ്റെ സുഹൃത്തുക്കൾ 1-2 പേരെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ എരുമേലിൽ പോകുന്നത്. എരുമേലിലാണ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി കൊടുക്കുന്നത്. അന്നേരം ഈ അമ്മയുടെ വീട്ടിലേക്ക് അങ്ങ് വിളിച്ചു, അവിടെ എത്തിയിട്ടില്ല. ബാക്കി പെങ്ങന്മാരെ 1-2 പേരെ വിളിച്ചു, അവിടെ ഒന്നും നിശ്ചയില്ല എന്ന് പറഞ്ഞു. ചില ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ലാസ്റ്റ് ജസ്നയെ കണ്ടത് കണ്ണിമലയിലുള്ള ഒരു ബസ്സിൽ അവൾ ഇരിക്കുന്നത് CCTVയിലൂടെ കണ്ട രംഗമാണ്. അത് അങ്ങ് കണ്ടു കാണുമല്ലോ. അതിൽ ജസ്ന മോള് തന്നെ ആണോ എന്നുള്ളത് ഷുവറാണ്? കറക്റ്റാണ്. പക്ഷെ അവിടുന്ന് ഈ കണ്ണിമല മുതൽ ഈ മുണ്ടക്കയം വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? പിന്നെ 8 കിലോമീറ്റർ. പക്ഷേ ഈ ബസ്സുകാർ ഈ കുട്ടി മുണ്ടക്കയത്ത് ഇറങ്ങിയതായിട്ട് അങ്ങനെയല്ല അവർക്ക് തെളിവല്ലോ ഉണ്ടോ? അല്ല അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇങ്ങനെ അല്ല ഈ മുണ്ടക്കയം സ്റ്റാൻഡ് വരെയാണോ കുട്ടി ഇറങ്ങേണ്ടത്? ഈ അമ്മയുടെ വീട് അല്ല, 2-3 സ്ഥലത്ത് ഇറങ്ങാം. ഒന്ന് പുലിക്കെന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങാം, അവിടെ ഇറങ്ങിയാൽ ഓട്ടോ വിളിച്ച് പോകാം. അല്ലെ പെങ്ങളുടെ പിള്ളേരെ 2 പെൺപിള്ളേർ ഇവളുടെ പ്രായത്തിൽ തന്നെ ഉള്ളൂ, അവർ ബൈക്കേ കൊണ്ടുവന്ന. അല്ലെങ്കിൽ മുരിക്കുംവേൽ എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട്, കരിനിലം ജംഗ്ഷനുണ്ട്, അവിടെ ഇറങ്ങിയാലും ബസ്സിന് പോകാം.
അപ്പോൾ ഈ 2 സ്ഥലത്തും ഇറങ്ങിയായിട്ട് ആരും പറയുന്നില്ല. ഈ ബസ്സുകാർക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല. ഇല്ല. ഞങ്ങൾ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് പിന്നെ മിസ്സായപ്പോൾ അവളുടെ വലിയ ഫോട്ടോ ഒക്കെ അടിച്ച് ഇത് കണ്ടോ എന്ന് ചോദിച്ചു. ഓട്ടോ സ്റ്റാൻഡിലെ ജീപ്പുകളുടെ കടകളുടെ എല്ലാം കൊണ്ട് പതിക്കുകയും ഞങ്ങൾ നേരിട്ട് കൊണ്ട് കാണിക്കുകയും അറിയാവുന്നവരെല്ലാം ചോദിക്കുകയും ചെയ്തു. ആ സമയ പ്രദേശത്ത് പുലിക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് ഇച്ചിരി ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ വനമാണ്. അവിടെ എല്ലാം ഞങ്ങൾ പോയി ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ളുവരെ എല്ലാ ഭാഗത്തും ഞങ്ങൾ പോയി തേടിയതൊക്കെയാണ്. ഞാൻ വേറെ അന്ന് ഈ കുട്ടിയെ കാണാതായി അന്നത്തെ രാത്രിയിൽ അങ്ങയുടെ ആ ഒരു പ്രത്യേകിച്ച് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ജീവിത പങ്കാളി ഭാര്യ വേർപിരിഞ്ഞു. രണ്ടാമത് ഏറ്റവും പ്രിയപ്പെട്ട നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മോൾ അന്ന് രാത്രിയിൽ അവളും അപ്രതീക്ഷിതമായൊരു രാത്രി. അന്ന് അങ്ങയുടെ ഒരു തിരിച്ചു വരും തന്നെയായിരുന്നു വിശ്വാസം. ആരും കൂട്ടുകാരുടെ കൂടെ പോയി കാണും. ആ ഒരു ചിന്താഗതിയിലായിരുന്നു. തിരിച്ചു വരും എന്നുള്ള രീതി തന്നെയായിരുന്നു. അല്ല അന്ന് നമുക്ക് പല രീതിയിൽ കാണാം. എന്നോട് പറയാതെ അവർക്ക് ചിലപ്പം എല്ലാവരും സ്നേഹബന്ധം കാണും, അവരുടെ കൂടെ പോയ എന്നൊക്കെ ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ എവിടെ നിന്നെങ്കിലും ചിലപ്പോൾ ഒരു കോള് വരുമായിരിക്കും, അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് ഒരു വാർത്തകൾ വന്നു, ഇവളെ മതം മാറ്റി കൊണ്ടുപോയി. പല വാർത്തകളും വന്നല്ലോ. സിറിയയ്ക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. പിന്നീട് ബാംഗ്ലൂർ അല്ലെങ്കിൽ മദ്രാസിൽ അവിടെ കണ്ടെത്തി എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം പറയുമ്പോഴും അങ്ങ് ഈ ബാംഗ്ലൂർ കണ്ടെത്തി മദ്രാസ് കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുന്നു. മോനും മൂത്ത മോളും നമ്മുടെ ആൾക്കാർ ബാംഗ്ലൂരുണ്ട്, കർണാടകത്തിലുണ്ട്. അവരവിടെ നിന്ന് പോയി. അപ്പോൾ ടി വിയിൽ വാർത്ത വരുന്നത് പിതാവ് പോയെന്ന്. ഞാനിവിടെ ഇരിപ്പുണ്ട്, ഇവിടെ തന്നെ ഇരിപ്പുണ്ടാകും. നമുക്ക് വാർത്ത വരുന്നത് പിതാവ് പോയെന്ന. അതുപോലെ ഒത്തിരി കെട്ടുകഥകൾ വരുന്നുണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ മാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും തെറ്റായിരുന്നു. മാധ്യമങ്ങളിൽ നമ്മളിപ്പോൾ അതിനകത്ത് കാണുമ്പം അയൽവാസികളെ പീഡിപ്പിച്ചു, അങ്ങനെ പീഡിപ്പിച്ചു, ഇങ്ങനെ പീഡിപ്പിച്ചു, വെട്ടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെക്കുറിച്ച് ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനകത്തൊന്നും വാസ്തവം കാണത്തില്ല. ചിന്തിക്കും. ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട്, ടി വിയിൽ കാണുന്നതോ പേപ്പറിൽ കാണുന്നതോ ഒന്നും നമ്മൾ വിശ്വസിച്ചേക്കരുത്. അടുത്തറിയാവുന്ന കേസുകൾ മാത്രമേ വിശ്വസിക്കാവൂ. ഞങ്ങളുടെ അടുത്ത് ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു പെൺകൊച്ച് തൂങ്ങി മരിച്ചു. അതുമായിട്ട് കെട്ടുകഥ വന്നപ്പോൾ ഞാൻ അവൻ്റെ ഭർത്താവിനെ, പെണ്ണിൻ്റെ ഭർത്താവിനെ വിളിച്ചു. അതിനകത്ത് സാഹചര്യം ഉണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും പോകും. ഈയിടെ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയില്ലേ എവിടെ, കൊല്ലത്തിനടുത്ത്. എന്നിട്ട് പിറ്റേ ദിവസം കിട്ടിയ ഞാൻ അവരെ അന്നേ വിളിച്ചായിരുന്നു. അവരെ അന്നേരം ഫോൺ നമ്പർ എടുത്ത് ഞാൻ വിളിച്ചു, ഞാൻ വരുന്നുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ. അതിപ്പോൾ നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോഴെല്ലാം അവിടെ ഓടിയെത്തും. ആ ഓടിയെത്തിൽ നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഒരു വേദനയിൽ മറ്റുള്ളവരുടെ വേദനയാക്കി ചേർക്കുമ്പോഴാണ് നമുക്കും ഉണ്ടാകുന്നത്. ഈ 2018 വെള്ളം മുങ്ങി റാന്നിയിലെ വെള്ളപ്പൊക്കം ഉണ്ടായി 2018. അപ്പോൾ ഞാൻ 42 ദിവസം റാന്നി മേഖലയിലുണ്ടായിരുന്നു. അതായത് നമ്മൾ ദുരിതത്തിൽ കിടക്കുക. അപ്പം നമുക്ക് ഒരു മാനസികമായ സന്തോഷം വരും മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ. എൻ്റെ കൂടെ പോകുമ്പോൾ എൻ്റെ കമ്പനിയിലെ ആൾക്കാർ, ഞാൻ എന്നാ പുഞ്ചോയിൽ കോരത്തോട് പള്ളി പറഞ്ഞ അച്ഛനോട് ഞാൻ അച്ഛാ ചെളിക്കകത്ത് ഞാൻ വീട്ടിൽ നിൽക്കുക, കണ്ട ഫോട്ടോ ഇട്ട് ആരെങ്കിലും അയച്ചു കൊടുക്കും. അച്ഛൻ പിറ്റേ ദിവസം ആൾക്കാരെ വിടും. കണവരെന്ന് അച്ഛൻ തരും, കൊല്ലമുണ്ടെന്ന് ഇങ്ങനെ ആൾക്കാർ തരും. അപ്പം നമ്മളതിനൊരു നേതൃത്വം വന്നു. അതായത് വീപ്പ കെട്ടി ചങ്ങാടം ഉണ്ടാക്കി ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് പോയി. ആദ്യം അവിടെ 6-ാം ദിവസമാണ്. അവിടെ കറണ്ടില്ല, ഒന്നുമില്ല. ലൈറ്റർ, ഇവിടെ നിന്നുള്ള പഴം, മറ്റുള്ള ഭക്ഷണ സാധനങ്ങൾ ഒക്കെ ആയിട്ട് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന വസ്ത്രം കൊടുത്താൽ. വസ്ത്രമില്ല, 5-6 ദിവസമായി. എല്ലാം ഒഴുകിപ്പോയില്ലേ. അപ്പം ആ ഒരു സങ്കടത്തിൽ അത് ഞാൻ അന്ന് പേപ്പറുകാർ എഴുതിയിട്ടുണ്ടായിരുന്നു. ജസ്നായുടെ പപ്പ ജസ്നായുടെ തിരുവനന്തപുരത്തിലും മകളുടെ അകൽച്ചയിലും മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യും. അപ്പോൾ അതൊരു സന്തോഷമാണ്. അതിനുവേണ്ടി ചെയ്താൽ എനിക്കത് കിട്ടിയിരിക്കുന്ന അത് അന്ന് കിട്ടിയാവും. അപ്പോൾ അതോടൊപ്പം തന്നെ സാറേ, ഈ നിങ്ങളുടെ ആ 3 കുഞ്ഞുങ്ങളും ഭാര്യയും ചേർന്ന ആ ഒരു കുടുംബജീവിതം ഉണ്ടായിരുന്നല്ലോ ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ്. അന്നെല്ലാം ഈ വീട്ടിൽ നിങ്ങളുടെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? ഈ പലരും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആ രീതിയിലല്ല, അല്ലെങ്കിൽ നാട്ടുകാർ പല രീതിയിൽ പറയുന്നു, അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങളെക്കുറിച്ച് വിധിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ നിറഞ്ഞ ഒരു കുടുംബജീവിതമായിരുന്നു? തീർച്ചയായിട്ടുമായിരുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ ആദ്യകാലങ്ങളൊക്കെ ധ്യാനത്തിനും പരിപാടിയിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ എല്ലാവരും മുൻപന്തിയിൽ നിന്നാലും എന്നെ ആരും കാണാത്ത രീതിയിൽ, അതായത് അവിടെ വിറക് കയറി കൊടുക്കുക, ബാത്റൂം ക്ലീനാക്കി കൊടുക്കുക, ആ ഒരു മനോഭാവക്കാരനായിരുന്നു. നിങ്ങൾ കുടുംബമായിട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പം സാറാണെങ്കിൽ തന്നെ ഇങ്ങനെ ധ്യാനത്തിനൊക്കെ പോവുകയും നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ പള്ളിയിലെ
വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കാനായിട്ട് കുഞ്ഞുങ്ങളൊക്കെ. ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു പോകുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പം തൻ്റെ ജീവിത പങ്കാളി സാറിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. 6-7 മാസം കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ഇളയ മോള് തിരോധാനം, അവളെ എവിടെയാണെന്ന് പോലും അറിയാൻ മേലാത്ത പോലെ ദൂരേക്ക് മറഞ്ഞു പോകുന്നു. ഇതെല്ലാം നിൽക്കുമ്പോൾ സാറ് ഇവിടെ വളരെ ഈ ഒരു മേഖലയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ സാറിനുള്ള ആ ഒരു ശക്തി എന്താണ്? എന്നെ ആശ്രയിച്ച് കഴിയുന്ന കുറേ കുടുംബങ്ങളുണ്ട് ഇവിടെ. അതായത് ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ജസ്ന മിസ എന്നും പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം തന്നെ ഇത് വന്ന് തുറന്നിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ അന്വേഷണക്കാരായിട്ട് പോകുന്നത്. പിറ്റേ ദിവസം കൃത്യമായിട്ട് ഇത് തന്നെ തുറന്നുകൊണ്ടിരുന്നു. ഇത് തുറക്കാതിരുന്നുവെങ്കിൽ തുറക്കാൻ പറ്റാതെ വന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. എന്നെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാരുണ്ട്. ഈ ഓഫീസിൽ 3-4 പെൺപിള്ളേരുണ്ട്, ആണുങ്ങളുണ്ട്, സൂപ്പർവൈസർമാരുണ്ട്, സ്റ്റാഫുകളുണ്ട്. എന്നെ വിശ്വസിച്ച് പണി ഏൽപ്പിച്ചിരിക്കുന്ന കുറേ വീട്ടുകാരുണ്ട്. ആ ഇടയ്ക്കൊക്കെ പലരും പല കഥകൾ പറഞ്ഞു. പൈസ ഒത്തിരി കൊടുക്കല്ലേ, ഒന്നീ ജയ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആ വീട്ടുകാർ പൈസ തരവും അല്പം വലിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മനോഭാവം ഇതാണ് നിങ്ങളുടേത്, കുഴപ്പമില്ല, സത്യം വിജയിച്ച് കഴിയുമ്പോൾ നിങ്ങൾ പൈസ തന്നാൽ മതി അവർക്ക്. അല്ല, ഞാൻ ചോദിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതുപോലെ ഇപ്പോൾ ഈ സ്റ്റാഫുകൾക്ക് വേണ്ടിയൊക്കെ അങ്ങ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുടുംബമായിട്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം പോകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എത്രമാത്രം ഈ ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവത്തോടുള്ള നിങ്ങളുടെ വിശ്വാസം എത്രമാത്രം തീർച്ചയായിട്ടും എന്നെ ഏറ്റവും അതുപോലെ സപ്പോർട്ട് ചെയ്ത ഇപ്പോൾ കണവല ഞാൻ പള്ളി പണി എന്ന് പറഞ്ഞ അവിടുത്തെ അച്ഛൻ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ അച്ഛന്മാരിൽ തന്നെ കാഞ്ഞപ്പള്ളി രൂപ അച്ഛന്മാരിൽ തന്നെ ചർച്ചയുണ്ടായിരുന്നു. മിസ്റ്റേക്ക് ചിലപ്പം ജയജയുടെ ഭാഗത്തുണ്ടായി കാണാം. അച്ഛൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജയജയ അറിയാം, എനിക്ക് ജയജയ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതുതന്നെയല്ല, നമ്മൾ ഇവിടെ ജനിച്ചു വളർന്ന ആളല്ലേ, പുറത്തുനിന്ന് വന്നതല്ല, ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. ആ വീട്ടിൽ ഇപ്പോഴും ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് എല്ലാവർക്കും ഏകദേശം അറിയാം. ഇപ്പോഴത്തെ ഈ പുനരന്വേഷണം ഇങ്ങനെ വന്നപ്പോൾ ഏതെങ്കിലും ഒരു അങ്ങേക്കൊരു പ്രത്യാശയുണ്ടോ ഇത് യഥാർത്ഥമായിട്ട് ഇത് വെളിയിലേക്ക് വരുമെന്ന്? അങ്ങയുടെ അങ്ങ് കരുതി വെച്ചിരിക്കുന്ന ഞങ്ങൾ പോയിന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിക്കുന്ന വഴിയിലേക്ക് വന്നാൽ ഞങ്ങൾ സത്യം തെളിയിക്കും. അപ്പോൾ ഇത് അങ്ങേക്ക് ഏകദേശം ഒരു ആരാണെന്നുള്ള ഒരു ഇതിലേക്ക് നിങ്ങളുടെ ഒരു അന്വേഷണത്തിൽ അത് എത്തിയിട്ടുണ്ടോ? അതൊരു സമൂഹമാണോ, അതൊരു വ്യക്തിയാണ്? ഒരു വ്യക്തിയാണ്. ഒരു സമൂഹമാണ് കണ്ടുപിടിക്കും, ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇപ്പോഴും ഈ നിങ്ങളുടെ ഇടയിൽ ഈ സമൂഹത്തിനുള്ളിൽ മറിഞ്ഞിരിപ്പുണ്ടോ? ഉണ്ട്. അങ്ങനെ ആ വ്യക്തി ആ കുട്ടിയെ ഇത് ആക്രമിക്കാൻ തക്കവണ്ണം ഉണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ അത് നിങ്ങളോടുള്ള നിങ്ങളെ വ്യക്തിപരമായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണോ, കുടുംബപരമായിട്ട് അറിയാവുന്നതാണോ? അത് അങ്ങനെ പറയാൻ പറ്റില്ല, ടാപ്പിൽപ്പെട്ടതാണ്. ആ വ്യക്തിയെക്കുറിച്ച് വീട്ടിലെങ്ങാനും ഈ ജസിന് ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങൾ താല്പര്യപൂർവ്വം? അതൊക്കെയാണ് ഞങ്ങളിപ്പോൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നേരത്തെ നിങ്ങൾക്കത് മനസ്സിലായില്ലായിരുന്നു? കാരണം നിങ്ങളിപ്പോൾ കുറച്ച് മുമ്പ് സാറ് പറഞ്ഞതുപോലെ അവളുടെ കൂടെ പഠിച്ച ഒരു കുട്ടിയായിരുന്നു നിങ്ങൾ സംശയിച്ചിരുന്നു പറയുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ബാംഗ്ലൂർ പോയി എൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ അപ്പം അതെല്ലാം നോർമലാകുന്നു, അല്ലെങ്കിൽ കുറ്റമില്ല എന്ന് രണ്ടുപേരും തരുന്നു. ആ കുട്ടിയും നിങ്ങളോടൊപ്പം അന്വേഷണത്തിൽ സഹകരിക്കുന്നു. അപ്പോൾ ഇത്രമാത്രം ഇത് ചെയ്ത ശേഷമാണോ ഈ വ്യക്തിയിലേക്ക് നിങ്ങൾ എത്തിയത്? ഇത് സമൂഹത്തിൽ ഒരു വലിയ സ്വാധീനമുള്ളൊരു വ്യക്തിയാണോ ഇത്? അതെ. അതുകൊണ്ടായിരിക്കുമോ ഈ അന്വേഷണത്തിൻ്റെ പിന്നിലിരുന്ന് ഈ വ്യക്തി കളിക്കുന്നതുകൊണ്ടായിരുന്നോ പലപ്പോഴും അന്വേഷണം പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരുന്നത്? അതെ. ഈ വ്യക്തിയെക്കുറിച്ചുള്ള യഥാർത്ഥമായ ഒത്തിരിയേറെ അന്നത്തെ തെളിവുകളും ആ സമയത്ത് ഈ യാത്രയുടെ ഇടയ്ക്ക് ഈ വ്യക്തി ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഉണ്ടോ? ഞങ്ങൾക്ക് അത്യാവശ്യം സൂചനകൾ കൊടുത്താൽ ബാക്കി അവർ തെളിയിക്കണം, CBI തെളിയിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തെളിയിക്കണം. ഞാൻ പറഞ്ഞിരുന്നത് CBI തന്നെ വേണമെന്നൊന്നുമില്ല, നല്ലൊരു ടീം, വിശ്വസിക്കാവുന്ന ടീം ഞങ്ങളുടെ കൈ കിട്ടിയാൽ. ഈ പുനരന്വേഷണത്തിൻ്റെ ഓർഡർ വന്ന ശേഷം പിന്നെ CBI അങ്ങേ വന്ന് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ? ഞാൻ തിരുവനന്തപുരത്ത് കോടതി പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും കണ്ടിരുന്നു. ഞാൻ എല്ലാ ആഴ്ചയിലും കോടതി പോകുന്നു. CJM കോടതി എന്ന് പറഞ്ഞ ആഴ്ച ഇതിലെല്ലാം മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മളെപ്പോഴും കാണാവുന്ന രീതിയിൽ തന്നെ, അതായത് ഒരു ദിവസം പോലും വിട്ടുപോകാതിരിക്കാൻ കോടതിയിലെ കേസ് CJM കോടതി എല്ലാം എഴുതി വെക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ
നമുക്കൊരു ദിവസം പോലും കോടതിയിൽ പോകാതിരിക്കാൻ പറ്റാത്ത ഉണ്ടോ? ശരിയും തിരുവനന്തപുരം എല്ലാ ദിവസവും അങ്ങനെ എഴുതി വെച്ച കറക്റ്റ് കാര്യം ചെയ്യുന്നു. അല്ല, രണ്ടാമത് ഈ മുദ്ര വെച്ച കവറിൽ അതിനുള്ള തെളിവുകൾ CBIക്ക് കൊടുക്കണമെന്ന് കോടതിക്ക് കൊടുക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു. ആ തെളിവ് സമർപ്പിച്ചോ, അവിടെ കൊടുത്തോ? ഇല്ല, 3-ാം തീയതി. രണ്ടാമത് വീണ്ടും ഒരു ചോദ്യം കൂടെ എന്ന് വെച്ചാൽ, ഈ ഇവരെല്ലാം ഈ അന്വേഷണ ഏജൻസികളെല്ലാം പരാജയപ്പെട്ടപ്പോഴും അങ്ങയിലേക്ക് ഒരു സമൂഹം വിരൽ ചൂണ്ടിയപ്പോഴും വീണ്ടും ഇത് ഈ മകളുടെ തിരോധാനത്തിനെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു തീക്ഷ്ണത വന്നത്, അത് എന്തുകൊണ്ടാണ്? അത് മകളോടുള്ള ഒരു പ്രതിബദ്ധതയാണോ, അതോ എൻ്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത? അതായത് മകളോടുണ്ട്, സമൂഹത്തോടുണ്ട്. നമ്മൾ തെറ്റുകാരനല്ല, കുറ്റക്കാരനാണെന്ന് അല്ല എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം. അതായത് ഞാൻ അന്ന് ദർശകൻ മാഗസിനകത്ത് പറഞ്ഞത്, മരിക്കുന്നതിന് മുമ്പ്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ ഒരാളാണ് ഈ മരിച്ചു പോയെന്ന് ജനം പറയരുത്. ഈ മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ കുറ്റക്കാരനല്ല, നമുക്ക് അബദ്ധം പറ്റി. പിന്നെ അത് കഴിഞ്ഞ് പലരും വിളിച്ച് സോറി പറഞ്ഞിട്ടുണ്ട്. PC ജോർജൊക്കെ വ്യക്തിപരമായിട്ട് വിളിച്ചു, ഞങ്ങളുടെ നമ്മുടെ അച്ഛന്മാർ മുഖേന എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയൊക്കെ ആദ്യം തന്നെ ഇങ്ങനെ കഥകൾ മെനഞ്ഞ TV-യിലൊക്കെ വന്നപ്പോഴാണ് ഞാനും ജെഫിയും മോനും കൂടെ ആത്മഹത്യ പോയതാണ്. ഇവിടുന്ന് എൻ്റെ സുഹൃത്തുക്കളായ കടക്കാരോടെല്ലാം യാത്ര പറഞ്ഞ് വീട്ടിൽ പോകാനിരുന്നപ്പോഴാണ് ഞാൻ കടകളിലെല്ലാം കയറി ഇറങ്ങി ചെന്നു. അപ്പോൾ അവർക്കൊരു സംശയം, ഞാൻ മുടി വെട്ടിക്കാൻ ആ സമയങ്ങളിലൊക്കെ കടയിൽ ചെല്ലുക, അല്ലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കടയിൽ ചെല്ലുകയാണെങ്കിൽ പുറത്ത് എൻ്റെ 2-3 പേര് കാവലിരിക്കും. എനിക്ക് ഞാൻ സൈറ്റിൽ ഒറ്റയ്ക്ക് പോയാൽ എൻ്റെ കൂടെ വണ്ടിയെ ചാടി കയറും ഇവരെ. അതുപോലെ അതായത് ഞാനൊരു വിഷയം ഉണ്ടാക്കും എന്ന് ചിന്തിച്ച് എന്നെ കരുതി എൻ്റെ വീട്ടിൽ ഒരാഴ്ചയോളം ആൾക്കാരെ സുഹൃത്തുക്കൾ വന്ന് ഞാൻ കിടക്കുന്ന കട്ടിലിപ്പുറത്ത് വന്ന് കിടക്കുക, കാവലിരിക്കുകയൊക്കെ ആയിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ചെയ്തില്ല, ഇതിൻ്റെ സത്യം എന്താണെന്ന് ഞാൻ പുറത്ത് കൊണ്ടുവരുന്നവരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി കിടന്നു, ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്ന്. അപ്പോൾ PC ജോർജൊക്കെ വളരെ മോശം പറയുമ്പോൾ നമുക്കൊരു ശത്രു ഉണ്ടായാലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അത് ദൈവം നിശ്ചയിച്ചാണ് PC ജോർജിനെ കൊണ്ട് ആ ചാനലിൽ ചർച്ച ചെയ്യിച്ചത്. പിന്നീട് അദ്ദേഹം വന്ന് ക്ഷമ പറഞ്ഞു. പുള്ളി നേരിട്ട് പല പ്രാവശ്യം എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പലരും മുഖേന അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. ഇപ്പോൾ CBIയുടെ റിപ്പോർട്ടിലും പുള്ളി ഇങ്ങനെ അബദ്ധം പറ്റിയതാണ്, അയൽവാസികളുടെ ചർച്ചയിൽ പറ്റിയ കുഴപ്പമാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ആൾക്കാർ എന്നോട് നേരിട്ട് വന്ന് ക്ഷമ പറഞ്ഞവരുണ്ട്. നമുക്ക് ക്ഷമ പറയുന്നതിനകത്തല്ല കാര്യം. ക്ഷമ പറയുന്നുണ്ട് നമുക്ക് നേട്ടം ഉണ്ടായിട്ടല്ല. അത്രയും പേരെങ്കിലും മാറിയില്ലേ? ഇപ്പോൾ ആർക്കും ഇല്ല. ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ ഏറ്റവും ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ 4 കസേര ഞങ്ങളുടെ ഫ്രണ്ടിൽ, അതിലൊരു കസേര എൻ്റെയാണ്. അതില്ല എങ്കിൽ മാത്രമേ ഞാൻ പുറത്ത് നിൽക്കാറുള്ളൂ. നമുക്കൊരിക്കലും മനസ്സ് പതറുന്ന ഒരു കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ചെയ്യത്തുമില്ല. മറ്റുള്ളവരെല്ലാം ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ ജസ്ന പോയ ആ വ്യാഴാഴ്ച, വെള്ളി, ശനി, ഞായറാഴ്ച ഞാൻ പള്ളിയിൽ ചെന്നായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഈ റോഡ് സൈഡിൽ പണിയിക്കുന്ന സമയത്ത്, കെട്ടിടം പണിയുന്ന സമയത്ത് വണ്ടിയിൽ യാത്രക്കാർ ഇങ്ങേ സൈഡിലുള്ളവർ അങ്ങേ സൈഡിലുള്ളവർ എഴുന്നേറ്റ് നോക്കും. അത് 2 തരത്തിലുള്ള നോട്ടമാണ്. അതെ, 2 തരത്തിലുള്ള നോട്ടമാണ്. ഒരു തരത്തിൽ TV-യിൽ രാവിലെയും വൈകിട്ടും ഇങ്ങനെ എഴുതി കാണിക്കുന്ന അപ്പൻ കുറ്റക്കാരനാണ്, ഞാൻ പണിയുന്ന സൈറ്റിൻ്റെ അടിത്തറ മാന്തി എടുത്തു, ഞാൻ യഥാർത്ഥ പരമണതേൻ്റെ അടിത്തറ മാന്തി എടുത്തു. അപ്പോൾ അത് TV കണ്ടേച്ച് എന്നെ കാണുമ്പോൾ ഞാൻ കുറ്റക്കാരനായിട്ടാണ് ചിന്തിക്കുന്നത്. ഞാൻ പണിത വീട്ടിലെ ആൾക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒന്നടങ്കം എന്നോട് പറയും, ഞങ്ങളിത് കാണുന്നുണ്ട്, ജെയിംസിനെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. എന്നെ മോശം പറയുമ്പം അവിടെ വെച്ച് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ സ്വാഭാവികമല്ല, സംഭവിച്ചു കഴിയുമ്പോഴേക്കുള്ള കാര്യങ്ങളെല്ലാം വഴിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ അധിക്ഷേപങ്ങളും കുറ്റാരോപണങ്ങളൊക്കെ ഇത്രയും 6 വർഷത്തോളമായിട്ട് അങ്ങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തുമാത്രം അങ്ങേ വ്യക്തിപരമായിട്ടും ആത്മീയമായിട്ടൊക്കെ വളർത്തിയിട്ടുണ്ട്? വളർത്തി നല്ലപോലെ വളർത്തി. ഞാൻ പള്ളിയിൽ ചെന്ന് ഈശോയെ ശ്രദ്ധിക്കും. നമുക്ക് വേണ്ടി പാടുപെട്ടില്ലേ? ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി, എൻ്റെ പിള്ളേർക്ക് വേണ്ടിയല്ലേ പാടുപെടുന്നത്? എന്നിട്ട് ഞാൻ അതിജീവിക്കും. ഈ ഓരോ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങേ നിന്നും പറഞ്ഞു പോയ ജീവിത പങ്കാളിയും ഇപ്പോഴേ ഒന്നും മിണ്ടാതെ മറയത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട മകളൊക്കെ മുന്നിൽ വരാറില്ലേ? ഞാൻ പള്ളിയിലെ കഴിഞ്ഞാൽ സിമിത്തേരി പോകും. കുർബാന കോടതി പോകുന്ന അന്നാണേലും അത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ദിവസമെല്ലാം ഞാൻ സിമിത്തേരി പോയിട്ടേ പോകാറുള്ളൂ. ഭാര്യയോട് പറയും. ഇപ്പോൾ അമ്മ, ഭാര്യ. ഞാൻ വേറൊരു വ്യക്തിപരമായിട്ട് ചെയ്തത്, ഈ അങ്ങ് അവൾ മരിച്ചു പോയി എന്ന് പറയുമ്പോഴും അങ്ങയുടെ ആ കുടുംബ കല്ലറയിൽ ഭാര്യയുടെ അസ്ഥിയോട് ചേർത്ത് അവരുടെ അസ്ഥി സംസ്കരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അത് അങ്ങേക്ക്
ഞാൻ ഒരു പിതാവെന്ന രീതിയിലാണ് ചോദിക്കുക. അങ്ങനെ ഒരു ചിന്തകളൊക്കെ വരാം. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഇവിടുന്ന് അണക്കരയ്ക്ക് ധ്യാനം പോയപ്പോൾ ഞാൻ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിൽ ചെന്ന് DNA എൻ്റെ ടെസ്റ്റ് ചെയ്യിച്ചു. അപ്പം പിന്നെ കർണാടകത്തിലോ ബാംഗ്ലൂരോ ഇന്ത്യയിലെ ഏതൊരു ഭാഗത്ത് സംശയമുണ്ടെങ്കിൽ എൻ്റെ ഇതുമായിട്ട് നോക്കാൻ വേണ്ടിയാണ്. ഞങ്ങളെല്ലായിടത്തും ഓടേണ്ട കാര്യമില്ല. നിങ്ങളും കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം മുതലെല്ലാം ചെയ്തിട്ടുണ്ട്. DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനം ഞങ്ങൾ എൻ്റെ മോനും ഞങ്ങളെല്ലാം കൊടുത്തിട്ടാണ് പോകുന്നത്. എവിടെയെങ്കിലും പോകണമെങ്കിൽ അതുപോലെ അന്വേഷണ സംഘത്തോട് ഞാൻ പറയും ഇന്നടത്ത് ഞാൻ പോവാം, 2-3 ദിവസം ഇല്ല, അല്ല ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമെന്ന് പറയും. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മകൻ്റെയും മൂത്ത മകളുടെയൊക്കെ പ്രതികരണം എന്താണ്? അങ്ങയോടൊത്ത് എന്താണ് അവരുടെ ഒരു അഭിപ്രായം, അവരുടെ ഒരു കാഴ്ചപ്പാടും എന്താ? ഈ മോൻ കാനഡയ്ക്ക് പോകാൻ കാര്യം ഞാൻ പറഞ്ഞു നീ പോയിടുന്നു. ഞാൻ പല കാര്യങ്ങളും ഇറങ്ങി. ഇപ്പോൾ ഈയിടെ അവൻ എന്നെ വിളിച്ചു ഇങ്ങനെ പോയി കേസിനൊക്കെ പോയി പിന്നെ തലവേദന പിടിക്കണ്ടല്ലോ. അപ്പം ഞാൻ പറയും സത്യം നമുക്ക് പുറത്തു കൊണ്ടുവരണ്ടേ. അല്ല, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോയി മോനായാലും മോളായാലും അവർക്കും ഇതേപോലെയുള്ള ഒരു ആക്ഷേപങ്ങളും കുഞ്ഞുങ്ങളപ്പോൾ വീട്ടിൽ വന്നൊക്കെ പിതാവിനോട് അങ്ങയോട് സംസാരിക്കുകയും അല്ലേ. ഞാൻ പറയും നമ്മളിങ്ങനെ നടക്കുന്നതുകൊണ്ട് അതും അറിയാം. നമ്മൾ TV ഓണാക്കുമ്പോൾ ഒരു ചാനൽ വെച്ചാൽ അത് മാറ്റി ചാനൽ വെച്ചാൽ എല്ലാം ഇത് തന്നെയാകുമ്പോൾ ഞങ്ങളെല്ലാം കുറേ കാലം കൊണ്ട് ഇത് അതിജീവിച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ നാട്ടുകാർ പ്രത്യേകിച്ച് ടൗണിലുള്ളവരെല്ലാം അങ്ങ് ഇപ്പോഴും ഈ വിഷയമായിട്ട് കടന്നു പോകുമ്പോൾ അന്ന് ഇതുപോലെ അങ്ങേ വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്തിരുന്നവർ ഇപ്പോൾ രണ്ടാമത് പുനരന്വേഷണം വരികയാണ്. അപ്പോൾ വരുമ്പോൾ ഈ നാട്ടുകാരുടെയും അവരത് തിരിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. ജനങ്ങളുടെ മനോഭാവം എപ്പോൾ വേണേലും മാറും. ഇവിടെ ബസ് സ്റ്റോപ്പ് ഇവിടെ ഇതിന് മുകളിലോട്ട് കുറേ വീട്ടുകാരുണ്ട് മുകളിൽ താമസിക്കുന്നത്. ആ സമയത്ത് പോവുകയാണെങ്കിൽ ഞാൻ പറയും എന്നാ താമസിച്ച് തന്നെ ഇവിടെ കയറിക്ക് പെട്രോൾ എടുത്ത് നിൽക്കുക. അപ്പനെ വിളിച്ചാലേ ഫോണില്ലേ നമ്പർ പറയാം ഞാൻ വിളിച്ചുതരാം. കോളേജിലൊക്കെ പോയി പിള്ളേർ താമസിച്ചാൽ വരുന്നെങ്കിൽ ഒറ്റപ്പെട്ടിങ്ങനെ പോകുന്നതിനകത്ത് ഞാൻ അമർഷം കാണിക്കുന്ന ആളാണ്. എന്നിട്ട് ഞാൻ വിളിച്ച് പറയും പിള്ളേരോട് പറഞ്ഞേക്കണം ആ സമയമാണെങ്കിൽ പോകണ്ട, ഇവിടെ കയറി എന്നിട്ട് നിങ്ങൾ പോലെ ഞാനങ്ങനെ ഇടപെടുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ചോദ്യമാണ്. ഇതുപോലെ ജസ്ന ഈ കോളേജിൽ നിന്ന് ഇവിടെ ടൗണിൽ വന്നാലും അങ്ങയുടെ ഈ ഓഫീസിൽ വരികയും ഇവിടുന്ന് അവളെ അങ്ങ് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയാവുന്ന ഒരു ടാക്സിയിൽ കയറ്റി വിടുകയും ചെയ്യുന്നു. ഇതുപോലെ കൊച്ചിന് ഇതുപോലൊരു സംരക്ഷണവും കാര്യങ്ങളും കൊടുത്തിട്ടും ഇവളുടെ തിരോധാനം. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇത് നിങ്ങളെ വ്യക്തിപരമായിട്ട് അറിയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുമായിട്ടൊക്കെ നല്ലൊരു അടുപ്പമുള്ള ഒരു വ്യക്തി ആയിരിക്കുമില്ലേ? അത് നിങ്ങളുടെ ബന്ധത്തിലുള്ളതാണോ? അല്ല, അന്യ മതസ്ഥരുടെ കൂടെ പോയി അല്ലെങ്കിൽ മതം മാറി എന്നൊക്കെ ഉള്ളതല്ല. അപ്പോൾ തന്നെ അതൊക്കെ ഞാൻ എന്നോട് ആരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തോട് ഞാൻ പറയാം അതൊന്നും ഒരു കാര്യമില്ല, അങ്ങനൊന്നും പോകത്തില്ല. ജസ്റ്റിനെ അങ്ങനൊന്നും പോകുന്ന കൊച്ചല്ല. പുറത്ത് അത് പിന്നെ ഇവിടുന്ന് പുറത്ത് പോകണമെങ്കിൽ ആധാർ വേണം, പാസ്പോർട്ട് എടുത്തിട്ടില്ല, ബുക്കും SSLC ബുക്കിൻ്റെ ഡിഗ്രി ഒന്നിൻ്റെ ഒരു സാധനം കൊണ്ടിട്ട് അവളുടേതായ ഒരു ഒന്നും കൊണ്ടിട്ടില്ല. പിന്നെ ഒരു ഇതിൽ പറയുന്നുണ്ടല്ലോ അവളുടെ രക്തം പറ്റിയ ഏതോ തുണി വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം അന്വേഷിച്ചില്ല എന്ന്. അതെന്താണ് ഈ രക്തം എന്താണ്? അതങ്ങനെ പറ്റിയൊരു തുണി, കാരണം അവൾ തുണിയും കാര്യങ്ങളും കൊണ്ടുള്ള പിന്നെ തിരിച്ച് വന്നിട്ടുമില്ല. അപ്പോൾ അത് പീരീഡ്സിൻ്റെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവൾക്ക് ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ തന്നെയും കുറേ ദിവസങ്ങൾ അത് നിൽക്കുമായിരുന്നു എന്നുള്ളത്, അതിൻ്റെ ഒരു പീഡ അവൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സുകൾ അവളുടെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. അന്ന് അവൾ പോയപ്പോൾ അത് രാവിലെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചും CBIക്ക് അതിനെ കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ അന്ന് ഇവർ വന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇതൊന്നും വസ്ത്രങ്ങൾ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഞങ്ങൾ കൊടുത്തു വിട്ടതാണ്. വേറെ ഈ ഇവളുടെ കൊച്ചിൻ്റെ പുസ്തകങ്ങളും മറ്റ് പെട്ടികളൊക്കെ ഇവരൊക്കെ വന്ന് അന്വേഷിക്കുകയും എല്ലാ പേജും മറിച്ച് നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരു തുണ്ട് പേപ്പർ പോലും ഞങ്ങൾ കളഞ്ഞിട്ട് അതെല്ലാം ഷിമ്മിക്കവറിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. അവളുടെ മുറിയിലിരിക്കുന്ന ഒരു സാധനം പോലും ഞങ്ങൾ കളഞ്ഞിട്ടില്ല. എല്ലാ സാധനം എടുത്ത് അവളുടെ ഡ്രസ്സ്, അവളുടെ ചെരുപ്പുകൾ, അവൾ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഇപ്പോഴും എടുത്ത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. വേറെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ഇവള് കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെട്ട വിഷയം എന്തായിരുന്നു അങ്ങ് ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും പാട്ടുകളാണോ അല്ലെങ്കിൽ? അങ്ങനെയില്ല, ഒരു സാധാരണ അമിത ഭക്തിയല്ല, നോർമൽ വീട്ടിലേത്, ഇല്ല, കൂടുതലായിട്ടില്ല. അങ്ങയോട് കൂടുതൽ അവൾ സംസാരിച്ചിരുന്ന എന്താണ്, പ്രത്യേകിച്ച് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ? ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞ് അങ്ങനെ വേദനിപ്പിക്കത്തില്ല.
ഇത് ഒരു അങ്ങ് ഒരു പ്രത്യേകിച്ച് പറയുണ്ടായി, അമ്മ പിരിഞ്ഞ ശേഷം അവൾക്കൊരു വലിയൊരു ബുദ്ധിമുട്ട് അവൾ നേരിട്ടിരുന്നു എന്നൊരു. അത് ശരിക്കും വീട്ടിൽ അവൾക്കൊരു ഏകാന്തത ഉണ്ടായിരുന്നു. അതായിരിക്കും ജോലിന് പോയത്. അന്നത്തെ ദിവസം ക്ലാസ് ഉള്ള ദിവസം പോകും. സാർ അമ്മയുള്ള ദിവസം ഇങ്ങനെ അവൾ സ്വന്തക്കാർ വീട്ടിൽ പോകാത്തില്ലായിരുന്നു. വല്ലപ്പോഴൊക്കെ പോകുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്നിച്ചല്ലേ പോകുന്നത്. ഞങ്ങൾ പോകണേ എല്ലാവരും ഒന്നിച്ചാൽ പോകുന്നത്. ബന്ധുമിത്രാദികളൊക്കെ അങ്ങോട്ട് എന്താണ് സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് അമ്മായി? അവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത്, അതായത് എന്നെ അവർക്കെല്ലാം അറിയാം, എല്ലാം അറിയാം. ഇനി ഈ പുതിയൊരു പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത് അങ്ങേക്ക് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഇത് ഈ കേസിൽ അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം CBI മുന്നോട്ട് പോകുമെന്ന് അങ്ങേക്ക് വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സഹകരിക്കുമെന്നൊക്കെ? തീർച്ചയായിട്ടും. 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടയിൽ നിന്നും മറഞ്ഞു പോയ ജെസിനയുടെ തിരോധാനം ബന്ധപ്പെട്ട് യഥാർത്ഥമായ കാര്യം വെളിയിലേക്ക് വരട്ടെ. അങ്ങനെ എന്താണെന്നുള്ളത് അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങ് എന്താണെന്നും ജെസിന എവിടെയായിരുന്നെന്നും എവിടെയാണെന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് തിരിച്ചറിയാൻ തക്കവണ്ണം നല്ലവനായ നീതിമാനായ ദൈവം നീതി നടത്തി തരുവാൻ അങ്ങയെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മരിയ കൊരിയത്തിയുടെ നാമത്തിലുള്ള പള്ളിയാണ് ജെസിനയുടെ ഇടവക ദേവാലയം. ഇവിടെയാണ് ജെസിന വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും മറ്റ് കൂദാശകൾ സ്വീകരിക്കുവാനായി എത്തിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും വിശുദ്ധ മരിയ കൊരിയത്തിയുടെ ജീവിതം തന്നെ നമുക്കറിയാം. തൻ്റെ കൗമാരപ്രായത്തിൽ തന്നെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി ബലിയായി തീർന്നവളാണ്. ആ രക്തസാക്ഷിയായ വിശുദ്ധ പ്രിയപ്പെട്ട ജെസിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ക്യാമറാമാൻ ആൻ്റണി ജോസഫിനൊപ്പം സജി ആൻ്റണി, ഷെക്കീന ന്യൂസ്.